മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർഹബൻ ബിക്കും മിൻ ജദീദ്. മക്കളെ വീണ്ടും സ്വാഗതം പുതിയൊരു ക്ലാസ്സിലേക്ക്. മദ ഫഹിംന ഫിൽ ഫസ്ലിൽ മാളി ഫഹിംന അനിൽ ഫവാക്കിഹ് വൽ ഖളറവാത്ത്. അല്ലേ, പഴങ്ങളും പച്ചക്കറികളുടെയും പേരൊക്കെ നമ്മൾ പഠിച്ചില്ലേ? നമ്മളെ ആരാണ് ഓർഡർ ചെയ്തത്? ഫവാസാണ് ഓർഡർ ചെയ്തത് അല്ലേ? ഫവാസ് എന്ത് ചെയ്തു? അവന് ഓൺലൈനിൽ എന്ത് ഓർഡർ ചെയ്തു? അൽഫവാക്കിഹ് വൽ ഖളറവാത്ത്, പച്ചക്കറിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം നോക്കിക്കേ, അത്വർദ് ഓർഡർ, പാഴ്സൽ. ഓർഡർ അല്ലെങ്കിൽ പാർസൽ വരില്ലേ വീട്ടിലേക്ക്, അല്ലേ? കൊരിയർ എന്നൊക്കെ പറയും കേട്ടോ. ത്വർദ് ആരാ കൊണ്ടുവരുന്നത്? ഫഹാദിഹു ഹുവ ഹാദിഹി ത്വയിറ, അല്ലേ? ഈ ഡ്രോണാണ് കൊണ്ടുവരുന്നത് അല്ലേ? ത്വയിറ ബിദൂനി ത്വയ്യാർ, അല്ലേ? അല്ലെങ്കിൽ ക്യാമറ ത്വയ്യാർ. ക്യാമറ ത്വയ്യാർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം മക്കളെ? ഡ്രോൺ ക്യാമറ കേട്ടോ. ഫഹാദിഹി ത്വയിറത്തൻ ബിദൂനി ത്വയ്യാർ, അല്ലേ? പൈലറ്റ് ഇല്ലാത്തൊരു വിമാനം പോലെയാണ് അല്ലേ ഇത്? അത് പാഴ്സൽ കൊണ്ടുവരികയാണ്. അങ്ങനെ എത്തി വസലത്ത് ത്വയിറത്തുൻ, ആര്? ഡ്രോണ് വന്നു. മുസയ്യറത്തുൻ, ത്വായിറത്തുൻ മുസയ്യറ. മഹദ ത്വായിറത്തും മുസയ്യറ, ഹാദിഹി ഹിയ ത്വായിറത്തും മുസയ്യറ. ഈ ഡ്രോണിനെ നമ്മൾ എന്ത് പറയുക? ത്വായിറത്തും മുസയ്യറ. എന്താ കൊണ്ടുവന്ന്? ബിത്വർദ്, അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരിക. ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ആര് കൊണ്ടുവരും? ഇതുപോലുള്ള ക്യാമറകൾ, നമ്മുടെ ഡ്രോണുകൾ നമ്മുടെ വീട്ടിലേക്ക് പാഴ്സലും കൊണ്ടുവരും. അപ്പം അതുപോലെ ഫവാസിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ തഫദ്ദൽ, ഡ്രോണ് പറഞ്ഞത് എന്നാ ഹാദാ ത്വർദ്, ഇതാണ് നിങ്ങളുടെ പാർസൽ എന്നും പറഞ്ഞിട്ട് അത് കൊടുത്തു. ഫഖാല ഫവാസ്, മാദാ ഖാല ഫവാസ്, ഫവാസ് എന്ത് പറഞ്ഞു? ശുക്രൻ. മാദാ? ശുക്രൻ, താങ്ക് യു. താങ്ക് യു ഡ്രോണേ, ഡ്രോണേ താങ്ക് യു. ത്വായിറത്തും മുസയ്യറ, ഡ്രോൺ കേട്ടോ. അങ്ങനെ ഡ്രോൺ എന്ത് പറഞ്ഞു? ഇലല്ലിഖാ, ഇലല്ലിഖാ, വീണ്ടും കാണാം, വീണ്ടും കാണാം. ഫി അമാനില്ല, ഫി അമാനില്ല, ടേക്ക് കെയർ, അല്ലേ? ഇലല്ലിഖാ, ടേക്ക് കെയർ, അല്ലേ? വീണ്ടും കാണാം. ഫി അമാനില്ല, ഫി അമാനില്ല, ടേക്ക് കെയർ, അല്ലെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഇലല്ലിഖാ, ഒരാൾ ഗുഡ് ബൈ പറഞ്ഞാൽ നമ്മൾ ഫി അമാനില്ല എന്ന് പറയണം. വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് ത്വായിറ മുസയ്യറ ഖദ് ത്വാറ ഇലൽ ബഈദ്, ദൂരത്തേക്ക് പറന്നു പോയി. അങ്ങനെ നമ്മുടെ ഫവാസും പെങ്ങളും കൂടി ഫതഹത്തിൽ ഉമ്മ. മൻ ഫതഹത്ത്? മാദാ ഫഅലത്തിൽ ഉമ്മ. ഉമ്മ എന്ത് ചെയ്തു? ഫതഹത്ത്. എന്താ ചെയ്തത്? ഇവിടെ എന്താ ചെയ്യുന്നത് കണ്ടില്ലേ? തുറന്നു അല്ലേ? മൻ ഫതഹത്ത് അൽ ഉമ്മ, ഉമ്മ തുറന്നു. മാദാ ഫതഹത്തിൽ ഉമ്മ, ഉമ്മ എന്താ തുറന്നത്? ഉൽബത്തുൽ ഫവാക്കിഹി വൽ ഖളറവാത്ത്. എന്താ തുറന്നത്? ഉൽബത്തുൽ ഫവാക്കിഹി വൽ ഖളറവാത്ത്. ഉൽബ, ഹാദിഹി ഹിയൽ ഉൽബ, ഇതാണ് ഉൽബ, പെട്ടി അല്ലേ? ഫവാക്കിഹിൻ്റെയും പച്ചക്കറിയുടെയും പെട്ടി തുറന്നു നോക്കിയില്ലേ? പാഴ്സൽ വന്നത്. മാദാ ഹുനാഖ്, അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ മക്കളെ? അവൻ എന്തൊക്കെയാ ഓർഡർ ചെയ്തത്? ഹുനാക ഫറാവിൽ. മാദാ ഫറാവിൽ, ഫറാവിലുണ്ട്. സ്ട്രോബെറി ഉണ്ടായിരുന്നു, സ്ട്രോബെറി അല്ലേ? സ്ട്രോബെറി. കൈഫ കാനത്തിൽ ഫറാവില, ഫറാവില എങ്ങനെയുള്ളതാ? സഗീറ, കുഞ്ഞതായിരുന്നു അല്ലേ? കൈഫ കാനൽ ഫറാവില, ഫറാവില എങ്ങനെയുള്ളതാണ്? സഗീറ, ചെറുതാണ് അല്ലേ? ഈ ഫറാവിലയുടെ അറ്റത്ത് മക്കൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഇങ്ങനെ ഒരു തുൻ ഉണ്ട് അല്ലേ? അതേ തുൻ ഇവിടെ ഇല്ലേ അല്ലേ? അപ്പൊ ഫറാവില എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ, ഫറാവിലയുടെ താഴെയുള്ളതുപോലെ ഇതിനും താ കൊടുക്കണം. മനസ്സിലായോ? ഫറാവില സ്ട്രോബെറി എങ്ങനെയുള്ളത്? സഗീറ, ചെറിയ ഫറാവില അല്ലേ?
അപ്പൊ ഇതിന് ഇതാ വന്നപ്പോൾ ഇതിനും വന്നു. ഇനി എന്താണ് ഖറഉൻ? ഖറഉൻ എന്താ? കുമ്പളങ്ങ അല്ലെങ്കിൽ ചുരക്ക എന്നൊക്കെ പറയും അല്ലേ? കൈഫ കാനൽ ഖറഉ? ഖറഉ തൊവീലുൻ. ഖറ എങ്ങനെയിരിക്കുന്നേ? തൊവീലുൻ, നീണ്ടിരിക്കുന്നു അല്ലേ? ഇവിടെ തായുമില്ല ഇതിനുമില്ല താ അല്ലേ? അപ്പൊ അൽ ഖറഉ തൊവീലുൻ വലാകിന്നൽ ഫറാവില സഗീറത്തുൻ. ഫറാവില ചെറുതാണ്, പക്ഷെ ഖറ എങ്ങനെയാണ്? തൊവീലാണ്, വലുതാണ് അല്ലേ? വഹുനാക ജുവാഫ. ജുവാഫ പേരക്ക ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാ പേരക്ക ഇരിക്കുന്നത്? പേരക്കയുടെ വലിപ്പം ലസീദ്. അവർ കഴിച്ചു നോക്കിയപ്പോൾ അതെങ്ങനെയായിരുന്നു? ജലദീദ്, ഹൈ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ജുവാഫത്തുൻ ലസീദ. അൽ ജുവാഫ. ഇത് എവിടെ താ കണ്ടില്ലേ? ഇതിനുണ്ട് താ അല്ലേ? അപ്പോൾ ഒരു വാക്കിന് താ വന്ന രണ്ടാമത്തെ വാക്കിന് മക്കൾ തായിട്ട് കൊടുക്കണം. അതുപോലെ നോക്കിയേ, ബുർത്തുക്കാലുൻ. മഹാദ ഹദ ബുർത്തുക്കാലുൻ, ഓറഞ്ചാണ്. ഓറഞ്ച് എങ്ങനെയുള്ളതായിരുന്നു? കൈഫ കാന അൽ ബുർത്തുക്കാൽ? അൽ ബുർത്തുക്കാലു ത്വാസജുൻ. കൈഫ്? ത്വാസജുൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് മക്കൾക്ക് ഫറാവില തന്ന് ഡാഷ് ഇടും, എന്നിട്ട് ബ്രാക്കറ്റിൽ സഗീറത്തുൻ തൊവീലുൻ തരും. ഏതെഴുതും മക്കള്? സഗീറത്തുൻ എഴുതി കൊടുക്കണം. അതുപോലെ തന്നെ ഖറ എഴുതിയിട്ട് ഡാഷ് ഇടും, തൊവീലും ഉണ്ടാവും സഗീറത്തും ഉണ്ടാവും. അപ്പോൾ തൊവീൽ എഴുതി കൊടുക്കണം. സഗീറത്തിന് എഴുതി തെറ്റാണ്, കാരണം ഖറയിന് തായില്ല. അപ്പം നമ്മൾ സഗീറത്തിൻ്റെ താ അവിടെ കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഒരക്ഷരം പഠിക്കാം. ഏതാ അക്ഷരം മക്കളെ? അറിയാലേ? വായിക്കാം. ഹിലാലുൻ. ഹിലാലുൻ. ഇത് ഹായാണല്ലേ? ഹാ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ഇങ്ങനെയാണ്. പക്ഷെ ഈ ഹാ ഇങ്ങടെ സഹ്മുൻ ഒരക്ഷരം കഴിഞ്ഞ് വന്നപ്പോൾ എങ്ങനെയായി? വേറൊരു രീതിയായി അല്ലേ? ഇനി ഒരതിൻ്റെ അവസാനത്തിൽ വന്നപ്പോൾ നോക്കിയാൽ വേറൊന്നായി. ഇതിങ്ങനെ ഇരിക്കണു, പിന്നെ ഇങ്ങനെ ഇരിക്കണു, പിന്നെ ഇതിങ്ങനെ ഇരിക്കണു അല്ലേ? പിന്നെ അവസാനം വന്നപ്പോൾ ഒറ്റയ്ക്ക് വന്നപ്പോഴോ ഇങ്ങനെ ഇരിക്കണം. ഇതെങ്ങനെ ഇങ്ങനെ വരുന്നത്? ഇതെല്ലാം ഹാ തന്നെ കേട്ടോ. സാർ ഒരു വീഡിയോ കാണിച്ചു തരാം, മക്കൾ ശ്രദ്ധിച്ചോ? ഇത് നോക്കൂ കേട്ടോ. هكذا نكتب حرف الهاء في أول الكلمة. ആദ്യം ഇങ്ങനെ എഴുതണം. وهكذا نكتب حرف الهاء في وسط الكلمة. ഇടയിൽ വന്ന് ഇങ്ങനെ എഴുതണം. وهكذا نكتب حرف الهاء في آخر الكلمة. അവസാനം വന്ന് ഇങ്ങനെ എഴുതണം. هيا نتعرف الآن على كلمات في أولها حرف الهاء. هدية. കണ്ടോ? ഹദിയ. ഹാ കണ്ടതേയില്ലേ? നമ്മുടെ പുസ്തകത്തിലുള്ള പോലെ തന്നെ ഇരിക്കുന്നു ഹാ, കണ്ടില്ലേ? ഇനിയോ അടുത്ത് هدية. هرم. ഹറം. ഇതും തുടക്കത്തിലാ വന്നിരിക്കുന്നത് അല്ലേ? هرم. هلال. ഹിലാൽ അല്ലേ? ഹിലാൽ. هيا نتعرف الآن على كلمات في وسطها حرف الهاء. ഇനി ഇടയിൽ വരുമ്പോഴോ? കണ്ട, ഇടയിൽ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഒരു ചിലപ്പോൾ ഇങ്ങനെ വരും, ചിലപ്പോൾ ചേർന്ന് വരും. നോക്കിക്കോ. زهرة. كهف. ഇതുപോലെ കഹ്ഫ്. سهم. സഹം. سهم. സഹം. നമ്മുടെ ബുക്കിലുള്ള هيا نتعرف الآن على كلمات في آخرها حرف الهاء. فواكه. ഹാ അവസാനം വന്നു അല്ലേ? وجه. വജ്ഹ്. وجه. حان دوركم الآن. ചോദ്യം ما هي കേട്ടോ, الكلمة التي ചോദ്യം. تبدأ بحرف الهاء؟ ആദ്യം ഹാ വന്ന് എഴുതില്ല, നോക്കൂ പറയുമല്ലേ? هدية. ما هي الكلمة التي في وسطها حرف الهاء؟ ഇതിലേതാണ്? رائع. كهف. കഫ് കൂട് അല്ലേ? ما هي الكلمة التي في ഇതുപോലെ آخرها؟ ഇതുപോലെ മക്കള് ഹാ എഴുതാൻ പഠിക്കണം അല്ലേ? ഇതെങ്ങനെ കളർ കൊടുക്കണം മക്കൾ. കളർ എങ്ങനെ കളർ കൊടുക്കണം? ആദ്യം ഇങ്ങനെ എഴുതണം കേട്ടോ. ഇതേ സാർ എഴുതുന്നത് കാണിച്ചു തരാം. ഏത് കളർ വെച്ച് എഴുതാം? നമുക്ക് റെഡ് വെച്ച് എഴുതാം അല്ലേ? ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഹാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കണം. മനസ്സിലായോ? ഹാ. ഇനി എന്താണ്? ഈ ഇടയിൽ വരുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കണം.
ഞാൻ അവസാനത്തിൽ വരുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരയ്ക്കണം. അവസാനത്തിൽ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, 0 പോലെ. ഓക്കെ, ഇനി ഇത് ചേർക്കാം നമുക്ക്. ഹാ ചേർത്ത്, ഹാ തുടക്കത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം നമ്മൾ? എങ്ങനെ എഴുതണം? ഹാത്തിഫുൻ അല്ലേ? ഹാ ചേർത്ത് ഇവിടെ എഴുതി കണ്ടില്ലേ? അതുപോലെ ഷാഹിറുൻ, ഹാ ഇടയിൽ വരുന്ന രീതിയായിട്ട് അല്ലേ? അതുപോലെ ഫക്കീഹുൻ, ഹാ അവസാനത്തിൽ വന്നപ്പോൾ ഒരു കെട്ട് പോലെയായി. അതുപോലെ തന്നെയാണ് വുജൂഹുൻ, ഈ ഹാ എങ്ങനെയായി? ഒരു റൗണ്ട് പോലെയായി അല്ലേ? അപ്പം ഇങ്ങനെ മക്കൾ ഹാ എഴുതാൻ പഠിക്കണം. ഇത് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ 63-ാമത്തെ പേജിലും ഹായ് ഉണ്ട്. ഹിറത്തുൻ, സഹ്മുൻ, ഫക്കീഹുൻ, മിയാഹുൻ. അപ്പം ഇതിൽ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴ്ന്ന് മുകളിലേക്ക് ഹരിമുൻ ഹരിമുൻ എഴുതുക. മഹ്ദുൻ മഹ്ദുൻ, ഫവാക്കിഹുൻ, വുജൂഹുൻ, അങ്ങനെ എഴുതി പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ, വീണ്ടും കാണാം മക്കളെ. താങ്ക് യു.